ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഇന്ന് 10ാം ദിനമാണ്. നാടു നൽകിയ 102 എന്ന കണക്കിന്റെ കനം കാത്തിരിപ്പിനുള്ളതാണെന്ന് ജനത്തോട് പറയുന്ന 10ാം ദിനം. പാർട്ടിക്കും മുന്നണിക്കും പുറത്ത് അപാലവൃദ്ധം ജനങ്ങളുടെയും ഇടത് സഹയാത്രികരുടെയും പിന്തുണ സമാഹരിച്ച നേതാവിനെ പുറത്തിരുത്താനുള്ള താമസമാണോ അതോ കസേരയിട്ട് കൊടുക്കാനുള്ള താമസമാണോ എന്നതിൽ തെളിച്ചമായിട്ടില്ല. കോൺഗ്രസിന്റെ അധ്യക്ഷനും രാഹുൽ ഗാന്ധിയും 3/4 മണിക്കൂർ നീണ്ട ചർച്ചയിലെ തീരുമാനം എന്താണെന്നാണ് അറിയേണ്ടത്. രാജ്യത്താകെയുള്ള ജനങ്ങളുടെ മനസ്സറിയേണ്ട കോൺഗ്രസിന്റെ പ്രധാന 2 നേതാക്കളാണ്. അവരെടുക്കുന്ന തീരുമാനം ജനത്തെ അറിഞ്ഞുകൊണ്ടാണെന്ന് പ്രതീക്ഷിക്കാം. ടീം UDF എന്ന ഭംഗിയുള്ള പ്രയോഗം അത് വിട്ട് അത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന സ്ഥാനമോഹികളുടെ പ്രയോഗത്തിന് കൂടെ നടക്കാനുള്ളതുകൊണ്ട് കടുപ്പിക്കുന്നില്ല എന്ന് ഘടകകക്ഷികളിൽ ചിലർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മറുപടി മുസ്ലിം ലീഗിന് മനമിളകി എന്ന് പറഞ്ഞു പരത്തിയവർക്കും നേതൃയോഗത്തിലെ നിലപാട് മറുപടിയാണ്. ഹൈക്കമാൻഡ് പറഞ്ഞ ശേഷം പാണക്കാട് തങ്ങൾ നിലപാട് പറയും എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയത്. ഗ്രൗണ്ട് റിയാലിറ്റി അറിയാൻ നേതാക്കളെ ആശ്രയിക്കുന്ന ഹൈക്കമാൻഡ് എന്തൊരു പരാജയമാണ്. എന്തിനാണ് ഈ വൈകൽ? ആരിലേക്കാണ് ഈ വൈകൽ? കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ജനത്തിന്റെ ക്ഷമ പരീക്ഷിക്കുന്നു എന്നതാണ് ചോദ്യം. ദീപ്തി മേരി വർഗീസിലേക്കാണ് ആദ്യം. അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, 102 എന്ന വലിയ ഭൂരിപക്ഷം ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഇത്ര വൈകുന്നത്? ദീപ്തി, വൈകുന്നതെന്ന് പറയുന്നത് ചാനലുകൾ മുഴുവൻ പറയുന്നു തീരുമാനമെടുക്കാൻ വൈകിയെന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ 13ാം തീയതിയല്ലേ ആയത്, ഇനി 10 ദിവസം കൂടെ ഉണ്ട്. 23ാം തീയതിക്കുള്ളിലാണല്ലോ തീരുമാനം വരേണ്ടത്. സ്വാഭാവികമായിട്ടും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തി ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ അഭിപ്രായം ചോദിക്കുന്ന ഒരു പ്രോസസ്സോ ഇതൊന്നും നടക്കേണ്ടതായിട്ടില്ല. ഇവിടെ ഇപ്പോൾ എന്താ, കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ എല്ലാവരും ഒറ്റക്കെട്ടായി നേരിട്ടു. താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ടീം UDF എന്ന ഒരു നിലയിലാണ് നമ്മൾ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്, UDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വലിയ വിജയത്തോടെ തിരിച്ചു വരുമ്പോൾ ആര് മുഖ്യമന്ത്രി ആകണമെന്നുള്ള ചർച്ച വരും. ആ ചർച്ചയിൽ ഒന്നിലധികം പേരുകൾ വരുന്നു. ഈ വന്ന പേരുകളല്ലാത്ത മറ്റ് പേരുകൾ വേണോ എന്ന് പോലും ഒരു പക്ഷേ ചർച്ച ചെയ്തിട്ടുണ്ടാവാം ACC, അതറിയില്ല എങ്ങനെയാണെന്ന്. പക്ഷേ അങ്ങനെ ഒരു ചർച്ചയുണ്ടാകുമ്പോൾ എല്ലാ വശങ്ങളും ആലോചിച്ച്, തീർച്ചയായിട്ടും ഘടകകക്ഷികളോട് ആലോചിച്ച്, സീനിയർ കോൺഗ്രസ് നേതാക്കന്മാരോട് ആലോചിച്ച്, MP-മാരോട് ആലോചിച്ച് ഒക്കെ വേണമല്ലോ ഇത് ചെയ്യാൻ. അല്ലാതെ ഇത് എടുപിടിയിൽ നിന്ന് നടത്തേണ്ട ഒരു പ്രക്രിയയൊന്നുമല്ലല്ലോ. ആ സമയമെടുക്കുന്നത് ഒരിക്കലും സമയം കഴിഞ്ഞു പോയിട്ടില്ല. സമയബന്ധിതമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പ്രതിച്ഛായ നഷ്ടമുണ്ടായിരിക്കുന്നു വൈകിയത് കൊണ്ട്. ഞാനും ഇന്ന് പ്രതീക്ഷിക്കുകയാണ്, ഇന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുകയാണെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു നിരാശ KPCC പ്രസിഡന്റുമുണ്ട്, ഇവിടുത്തെ നേതാക്കൾക്കുണ്ട്, ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. KPCC പ്രസിഡന്റ് പറഞ്ഞു ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് വിചാരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിനും അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹം KPCC പ്രസിഡന്റ്, അദ്ദേഹം AICC പ്രസിഡന്റ് അല്ലല്ലോ. AICC പ്രസിഡന്റ് ആണല്ലോ ഇത് എപ്പോ തീരുമാനിക്കണം, എപ്പോ അനൗൺസ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഫൈനൽ ഡിസിഷൻ വരേണ്ടത്. ചില പറഞ്ഞ കാര്യങ്ങളുണ്ട്. പറയട്ടെ സ്മൃതി പറഞ്ഞോളൂ. സ്മൃതി ഇത്ര ആവേശപ്പെടേണ്ട സ്മൃതി, ഞാനൊന്ന് പറയട്ടെ. ഇത്ര വലിയ ആവേശപ്പെടാനും തിടുക്കം കൂട്ടാനും മാത്രമുള്ള ഒന്നും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്ന് തന്നെ രാവിലെ ഇപ്പം നമ്മുടെ സുനിൽ റിപ്പോർട്ടർ പറഞ്ഞല്ലോ, എന്താ ദീപദാസ് മുൻഷി ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു എന്ന്. ഞാൻ ഇന്ന് രാവിലെ അവരുമായി സംസാരിച്ചാണ്. അവർക്ക് തിരുവനന്തപുരത്തേക്ക് വരാനുള്ള ഒരു ആലോചന പോലും ഉണ്ടായിരുന്നില്ല. ഇവിടെ എല്ലാ മാധ്യമങ്ങളും കാണിക്കുകയാണ് അവരിതാ തിരുവനന്തപുരത്തേക്ക് പറക്കുന്നു. ഇതൊക്കെ എവിടെ നിന്നാണ് ഈ വാർത്ത? അതുപോലെ തന്നെ മറ്റൊരു കാര്യം, എന്റെ സ്മൃതി, ഇത് നിങ്ങൾ വിവരം നൽകുന്നു, അത് ശരിയല്ലെന്നല്ലേ ഞാൻ പറയുന്നത്. പല ചാനലുകളിൽ പല റിപ്പോർട്ടേഴ്സും നൽകുന്നുണ്ട്. കയ്യിൽ നിന്ന് എടുത്ത് സംസാരിക്കും. ഞാൻ പിന്നെ പറയാം. അല്ല, ചോദ്യം ചോദിക്കുക ഉത്തരം പറയുക എന്നാണല്ലോ ദീപ്തി. ഞാൻ ചോദിച്ചത് അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അകത്തുനിന്ന് തന്നെ വരുന്ന വിവരങ്ങളാണ് മാധ്യമങ്ങൾ കൊടുക്കുന്നത്, അല്ലാതെ മാധ്യമങ്ങൾ സ്വയം എടുത്ത് പറയുകയല്ല. പറഞ്ഞോളൂ. എന്നാ പിന്നെ അല്ല പിന്നെ ഇത് പിന്നെ ആരോട് ചോദിച്ചാ പറഞ്ഞേ? എന്നാ ടിക്കറ്റ് ഒന്ന് കാണിച്ചേ.
ദീപാദാസ് മുൻഷി ബുക്ക് ചെയ്ത ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയോ? ഞാൻ ചോദിക്കുന്നത് അവർ പോലും മനസ്സിൽ ചിന്തിച്ചിട്ടില്ല. ഞാനതാണ് കേട്ടോ പറഞ്ഞത്. എനിക്കറിയില്ല, നമ്മളൊക്കെ അറിയുന്നതിനും അപ്പുറം ഇനി നിങ്ങൾ അറിഞ്ഞെങ്കിൽ നിങ്ങൾ അതിൽ വിശ്വസിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. എൻ്റെ വിശ്വാസം അനുസരിച്ച് അവർക്ക് തിരുവനന്തപുരത്തോട്ട് വരാനുള്ള ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ KPC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലം മുതൽ, അവർ ഇൻചാർജ് ജനറൽ സെക്രട്ടറി ആയിരുന്ന വന്ന സമയം മുതൽ തന്നെ അവരുടെ കൂടെ അറ്റാച്ച് ചെയ്ത് ചാർജ് ഉണ്ടായിരുന്ന ഒരു ജനറൽ സെക്രട്ടറിയാണ്. അവർ തിരുവനന്തപുരത്തേക്ക് വരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും മിക്കവാറും സമയങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ അറിയാറുണ്ട്. അങ്ങനെ ഒരു വരാനുള്ള ഒരു തീരുമാനം അവർക്കുണ്ടായിരുന്നില്ല. ഇനി അതവിടെ നിൽക്കട്ടെ, അത് നിങ്ങൾ എന്തെങ്കിലും പറ. കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര കാര്യത്തിൽ റിപ്പോർട്ടേഴ്സ് പറയുന്ന റിപ്പോർട്ടിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ രണ്ടാമത്തെ കാര്യം, ഇന്ന് ചില ചാനലുകൾ കാണിക്കുന്നത് കണ്ടു. സച്ചിൻ പൈലറ്റ് വിളിച്ചു, ഇതിൽ ഒരാളെ വിളിച്ചിട്ട് അഭിനന്ദിച്ചു എന്ന് പറയുന്നു. സച്ചിൻ പൈലറ്റ് ഇപ്പോൾ അത് നിരാകരിച്ചിരിക്കുക. ഇതൊക്കെ എവിടെ നിന്നാണ് ഈ വാർത്ത വരുന്നത്? അപ്പോൾ ഞാൻ പറയുന്നത്, ഇതൊരു വാർത്തയുടെ ഒരു വലിയ സമയമാക്കി, ഇതിനെ സസ്പെൻസുകൾ ഉണ്ടാക്കി, സസ്പെൻസ് ത്രില്ലറാക്കി മാറ്റി, അതിൽ വാർത്തയ്ക്ക് ഓരോ ചാനലുകളും അതിൻ്റെ അകത്ത് റേറ്റിംഗ് കൂട്ടുന്നതിന് പോലും കോൺഗ്രസിനെ ഒരു ഉപാധിയാക്കി മാറ്റുന്നു എന്ന് ഇത്തരം ചില വാർത്തകൾ കാണുമ്പോൾ സംശയം തോന്നുക. ഞാൻ ഒരു മാധ്യമങ്ങളെയും എതിർക്കുന്നില്ല, ഒരു മാധ്യമ പ്രവർത്തനത്തിനും ഞാൻ എതിരല്ല. ഞാൻ മാധ്യമങ്ങളുമായി ഏറ്റവും അടുത്ത് സംസാരിക്കുന്ന മാധ്യമ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയാണ്. ഞാൻ പറയുന്നത്, ഈ വാർത്തകൾ കൊടുക്കുമ്പോൾ ആ വാർത്ത വെച്ച്, ആ വ്യാജ വാർത്ത വെച്ച് എനിക്ക് ചർച്ച നടത്താൻ പറ്റില്ല. അത്തരത്തിലൊരു കാര്യം സംഭവിക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് അത് വെച്ച് ചർച്ച നടത്താൻ പറ്റുന്നില്ല എന്നേ ഞാൻ പറയുന്നു. ശരി, ദീപ്തിയോട് ഞാൻ ഈ ചർച്ചയിൽ എവിടെയും ദീപാദാസ് മുൻഷി വരുന്നതിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. സച്ചിൻ പൈലറ്റ് ഫോൺ വിളിച്ച് അഭിനന്ദിച്ചതിനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല. ഇതൊന്നും ഞാൻ എടുത്തു പറഞ്ഞിട്ടേയില്ല. ഞാൻ ഒറ്റ കാര്യമേ ചോദിക്കുന്നു, മുഖ്യമന്ത്രി എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞത്. ദീപ്തി, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ചില നേതാക്കൾ നിങ്ങളുടെ ചോദ്യത്തിന് മാത്രമുള്ള ഉത്തരം പറയാനല്ല ഞാനിരിക്കുന്നത്. അല്ലല്ല, നിങ്ങളുടെ റിപ്പോർട്ടർ സുനിൽ ഇപ്പൊ പറഞ്ഞത് കേട്ടിട്ടാ ഞാൻ പറഞ്ഞത്. ശരി, നിങ്ങളുടെ റിപ്പോർട്ടർ സുനിൽ ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നിരുന്നതിന് ശേഷം പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ചാ സ്മൃതി ഞാൻ പറഞ്ഞത്. അതെ, ദീപാദാസ് മുൻഷി വരുന്നുണ്ടോ എന്നുള്ള സൂചനകൾ ഞാനിവിടെ താങ്കൾ എന്തെങ്കിലും മുൻകൂട്ടി കണ്ടിട്ടാണോ ഈ ചർച്ച നടത്തുന്നതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പ്രതിനിധിയായിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എനിക്ക് അറിയാനുള്ള കാര്യങ്ങളാണല്ലോ ഞാൻ ചോദിക്കുന്നത്. അല്ല, എനിക്കറിയില്ല എന്തിനാണ് ഇങ്ങനെ ഇന്റർഫിയർ ചെയ്യുന്നത്. ഞാൻ 5 സെന്റൻസ് പറയുന്നതിന്റെ ഇടയ്ക്ക് 4 തവണ സ്മൃതി ഇന്റർഫിയർ ചെയ്യാൻ പറയൂ. എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ള കാര്യം ഒന്ന് വിശദീകരിക്കൂ. നിങ്ങളുടെ ആഭ്യന്തര കാര്യം അല്ല എന്ന് ഘടകകക്ഷികൾ തന്നെ പറയുന്നു, ജനം പറയുന്നു. എന്തുകൊണ്ട് മുഖ്യമന്ത്രി വൈകുന്നു? പറഞ്ഞോളൂ, ഇനി തടസ്സമില്ല, പറഞ്ഞോളൂ. ഞാനിവിടെ ചർച്ചയ്ക്ക് വന്നിരുന്നപ്പോൾ താങ്കളുടെ റിപ്പോർട്ടർ സുനിലാണ് ഇവിടെ പറഞ്ഞത് ദീപാദാസ് മുൻഷിയുടെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഈ രാജ്യത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളൊക്കെ മറുപടി പറയണമല്ലോ. സ്മൃതി ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മാത്രം ആൻസർ ടു ദി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചർച്ച നടത്താൻ പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ വൈകി എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുത്തത് ഇത്തരം ചർച്ചകളിലൂടെയാണ്. ശരിയാണ്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണെന്നറിയാൻ. ഇപ്പോൾ ഘടകകക്ഷികൾ കാത്തിരിക്കുകയാണ്, അവർക്കും അറിയാൻ ആകാംക്ഷയുണ്ട്, എല്ലാവർക്കും ആകാംക്ഷയുണ്ട്, അതൊക്കെ ശരിയാ. പക്ഷേ AICCക്ക് ചില പ്രോസസ്സുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ വന്നാൽ അത് പലതും സെറ്റിൽ ചെയ്തു വേണം അവർക്കൊരു അനൗൺസ്മെന്റ് നടത്താൻ. അല്ലാതെ ഇന്ന് തന്നെ ഇതങ്ങ് അനൗൺസ് ചെയ്യണം, ആളുകൾ ഇതേ ബഹളം വയ്ക്കുന്നു, ആളുകൾ ഇതേ തെരുവിലിറങ്ങി പ്രകടനം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് AICCക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത്, എത്രയോ കാലമായി എത്രയോ മുഖ്യമന്ത്രിമാരെ പ്രഖ്യാപിച്ച സംഘടനയാണിത്. അവർക്ക് അറിയാമല്ലോ, ഇതൊന്നും അറിയാൻ ശീലമില്ലാത്ത പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലല്ലോ കോൺഗ്രസ്. സ്മൃതി, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ ഈ ഒരു ഗ്രാൻഡ് ഓൾഡ് പാർട്ടി, കാലങ്ങളായി മുഖ്യമന്ത്രിമാരെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പാർട്ടി, അത് അതിൻ്റെതായ ഒരു സമയമെടുത്ത് പ്രഖ്യാപിക്കുന്നതിനെ എങ്ങനെയാണ് താങ്കൾക്കോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവർക്കോ എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ കഴിയുക? അതിപ്പോൾ നാളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഇന്ന് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇന്നലെ മറ്റ് ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ ലീഗിന്റെ അഭിപ്രായത്തെക്കുറിച്ച് ചോദിച്ചു. ലീഗിന്റെ അഭിപ്രായം ആദ്യ ദിവസം മുതൽ തന്നെ ചോദിക്കുന്നുണ്ട്. ഒബ്സർവേഴ്സ് ഇവിടെ വന്ന ദിവസം മുതൽ തന്നെ ലീഗിന്റെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അവരുടെ അഭിപ്രായം കേൾക്കണ്ട എന്ന് ഇന്നേ വരെ ഇക്കാലം അത്രയും കോൺഗ്രസിന് അങ്ങനെ ഒരു രീതി ഉണ്ടായിട്ടില്ല. പക്ഷേ ചില ചോദ്യങ്ങൾ ചില മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്താണ് പലരും പ്രചരിപ്പിക്കുന്നത്. അതിനനുസൃതമായി ചെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഘടകകക്ഷി നേതാക്കന്മാർ അത്തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടാവാം. MM ഹസൻ ഇന്നലെ പറഞ്ഞത്, ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ നിർത്തിയേക്കാം. MM ഹസൻ ഇന്നലെ പറഞ്ഞത് എന്താ? തീർച്ചയായിട്ടും ലീഗിന് അഭിപ്രായം പറയാം, പക്ഷെ ഫൈനൽ തീരുമാനം എടുക്കുന്നത് AICCയാണ്. അത് പറഞ്ഞ മറ്റൊരാളും കൂടി കേരളത്തിലുണ്ട്, പാണക്കാട്ട് ശിഹാബ് അലി തങ്ങൾ. അദ്ദേഹം സാദിഖ് അലി തങ്ങൾ. അദ്ദേഹം
പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം എടുത്തു നോക്കൂ. അദ്ദേഹം പറഞ്ഞ എന്താ, ഇത് എല്ലാവരുടെയും അഭിപ്രായം കേൾക്കണം, ജനങ്ങളുടെ അഭിപ്രായം കേൾക്കണം, ഘടകകക്ഷികളുടെ അഭിപ്രായം കേൾക്കണം, പക്ഷേ ഫൈനലി തീരുമാനിക്കുന്ന കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ആണെന്ന് അദ്ദേഹവും പറഞ്ഞത്. അതാണിപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ. ശരി, ഒറ്റ കാര്യം കൂടി. ഇപ്പോൾ സുകുമാരൻ നായരുടെ വാർത്താ സമ്മേളനം കണ്ടല്ലോ ദീപ്തി. ഘടകകക്ഷികൾ ഇടപെട്ടതുകൊണ്ട്, പ്രത്യേകിച്ച് ലീഗ് ഇടപെട്ടതുകൊണ്ടാണ് കാര്യങ്ങൾ നീളുന്നത് എന്നൊരു പ്രതികരണം അദ്ദേഹം നടത്തുകയാണ്. ഇതിലെന്താണ് കോൺഗ്രസ് നൽകാനുള്ള മറുപടി? അല്ല, ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ടാണ് വൈകുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാം ഘടകങ്ങളാണ്. അഭിപ്രായങ്ങൾ കൂടുതലായി വരുമ്പോൾ ആ അഭിപ്രായങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും, അപ്പോൾ കോൺഗ്രസിന് വേണമെങ്കിൽ ഒറ്റയടിക്ക് ഏകപക്ഷീയമായി ഈ ഏകാധിപത്യ പ്രവണതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെ വേണമെങ്കിൽ ഞങ്ങൾ ഇതൊന്നും കേൾക്കാനൊന്നും തയ്യാറൊന്നുമല്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും അവിടെ പറ, ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം എടുക്കും എന്ന് വേണമെങ്കിൽ കാണിക്കാം. അങ്ങനെയല്ല. പക്ഷേ കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? ഓരോ അഭിപ്രായങ്ങൾ വരുമ്പോഴും ഘടകകക്ഷികളുടെ ഭാഗത്തു, ഇപ്പൊ മുസ്ലിം ലീഗ് മറ്റൊരു അഭിപ്രായം ഇന്നലെ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ആലോചിക്കണമല്ലോ. അത് ആലോചിക്കാനുള്ള സ്വാഭാവികമായ സമയമാണ് എടുത്തത്. അതിനിടയിൽ സ്വാഭാവികമായ സമയമല്ല എന്ന ഘടകകക്ഷികൾക്ക് ഒരു അഭിപ്രായമുണ്ട്. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ലീഗിന് കാര്യങ്ങൾ വൈകി എന്ന അഭിപ്രായമാണ്. ആ പ്രതികരണം ഇതിനകം വന്നു കഴിഞ്ഞതാണ്. ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടി നേതൃയോഗത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഹൈക്കമാൻഡ് തീരുമാനം അറിയിച്ച ശേഷം ലീഗിന് പറയാനുള്ള കാര്യം തങ്ങൾ വ്യക്തമാക്കും എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇന്നും വരുമെന്ന് പ്രതീക്ഷിച്ചു, ഇന്നും തീരുമാനമുണ്ടായിട്ടില്ല. നാളെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഔദ്യോഗികമായി അറിയിച്ചു എന്നൊരു വ്യത്യാസമുണ്ട് ഇന്നത്തെ പ്രതികരണങ്ങൾക്ക്. അപ്പോൾ നാളെ വരെ കാത്തിരിക്കാം എന്ന രൂപത്തിലേക്ക് ലീഗ് മാറുകയാണോ? ഇതിൽ കാര്യങ്ങൾ വൈകിച്ചത് നിങ്ങളാണ്, ലീഗാണ് എന്ന സുകുമാരൻ നായരുടെ പ്രതികരണത്തിന് കൂടി അങ്ങയുടെ മറുപടി വേണം. തീർച്ചയായും സ്മൃതി, നമ്മൾ ഇന്നലെയും കൂടി ചർച്ച ചെയ്ത വിഷയമാണ്. ഏതായാലും അനിശ്ചിതത്വം നാളത്തോടെ അവസാനിക്കും എന്നൊരു ഉറപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് വൈകി എന്ന കാര്യത്തിൽ ഞങ്ങളുടെ പാർട്ടി നേതൃയോഗത്തിന് ശേഷം തന്നെ ഇന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ ഇന്നലെയും പറഞ്ഞിരുന്നു, സ്വാഭാവികമായ കൂടിയാലോചനകളിൽ നിന്ന് അസ്വാഭാവികമായ ഒരു ഡിലേ എന്ന് വിളിക്കാവുന്ന രൂപത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട് എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പക്ഷേ നാളത്തോടു കൂടി എന്തായാലും ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ പ്രഖ്യാപനത്തെ ഓണർ ചെയ്യാണ്. ഇനിയിപ്പോൾ ഇത് വളരെ കൃത്യമായി, ഇതിപ്പോൾ മുസ്ലിം ലീഗ് എന്തോ കാര്യമായി ഇടപെട്ടത് കൊണ്ടാണ് എന്ന നിലക്കുള്ള പ്രതികരണം പല കേന്ദ്രങ്ങളിൽ നിന്ന് വരികയാണ്. ഇതിന്റെ ഉത്തരവാദിത്വം ലീഗിന്റെ തലയിൽ കൊണ്ടുവന്ന് വെക്കാൻ ശ്രമിക്കുമ്പോൾ സ്മൃതി ഒരു അല്പം ചരിത്രം പറയാൻ തന്നെ നമുക്കിപ്പോൾ ഞാൻ ഒരുപാട് സമയം എടുക്കില്ല. തൊട്ടടുത്ത കർണാടകയിലെ പഴയൊരു അനുഭവം ഓർമ്മയുണ്ട്. അവിടെ 2017 മറ്റൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കോൺഗ്രസ് ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയാണ്. കോൺഗ്രസും കുമാരസ്വാമിയും കൂടി ഗവൺമെന്റ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. 78 MLA-മാർ അന്ന് കോൺഗ്രസിനുണ്ട്. കുമാരസ്വാമിക്കുള്ളത് 32 മറ്റോ ആണ്. പക്ഷെ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഞങ്ങൾക്കൊരു ഡിമാൻഡുണ്ട് എന്ന് കുമാരസ്വാമി പറയുന്നു. എന്താണ്? ഞങ്ങൾ മുഖ്യമന്ത്രി ആവണം, കൂടുതൽ സീറ്റ് നിങ്ങൾക്കുണ്ടോ എന്നൊന്നും പ്രശ്നമല്ല, ഞങ്ങളും കൂടി കൂടിയാലല്ലേ എണ്ണം തികയൂ, അപ്പൊ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ആവണം എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി കസേര പിടിച്ചു വാങ്ങി 1.5 വർഷം ആ മനുഷ്യൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് അങ്ങേരുടെ MLA-മാർ ചാടിപ്പോയി. ഇപ്പൊ അദ്ദേഹം BJP-യുടെ ഒരു കേന്ദ്രമന്ത്രി. ഞാനിത് പറഞ്ഞു വെച്ചത്, സമാനമായ സാഹചര്യം ഇവിടെ 2011 രൂപപ്പെടുന്നുണ്ട്. 72 UDF-ന്റെ നമ്പർ. അന്ന് 20 മുസ്ലിം ലീഗിന്, കോൺഗ്രസിന് അന്ന് 32. ഈ തൊട്ടപ്പുറത്ത് അതിർത്തിക്കപ്പുറത്തിരുന്ന് കുമാരസ്വാമി അന്ന് ചെയ്ത പണി ഞങ്ങൾ അന്ന് എടുത്തിട്ടില്ല എന്ന് കേരളത്തിൽ എല്ലാവരും ഓർക്കണം. ഞങ്ങൾ അന്ന് മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ആളാകും, ഉപമുഖ്യമന്ത്രി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ അർഹമായ പ്രാതിനിധ്യം മതി, 5 ക്യാബിനറ്റ് റാങ്ക് മതി. 9 MLA-മാർ അന്ന് മാണി കോൺഗ്രസിനുണ്ട്. അവർക്ക് 2 മന്ത്രിമാരെയും ഒരു ചീഫ് വിപ്പിനെയും കൊടുത്തു. 3:1 അവിടെ ഒരു ക്യാബിനറ്റ് റാങ്കിന്റെ അനുപാതം. ഞങ്ങൾക്കന്ന് 20 MLA-മാർ, 5 മന്ത്രിമാർ, 4:1 അനുപാതത്തിൽ ഞങ്ങൾക്ക് ക്യാബിനറ്റ് റാങ്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങളത് വാങ്ങിയതിന് ഇരുളിന്റെ മറവിൽ നിന്ന് കുറെ ആളുകൾ അന്നിവിടെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചത് കണ്ടവരാണ് ഞങ്ങൾ ഈ അവസരത്തിലും ആവർത്തിച്ചു പറയുന്നു, ഏതെങ്കിലും നിലക്ക് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം പോലും ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപാട് വട്ടം പലരും ദുരുപയോഗം ചെയ്ത സന്ദർഭത്തിൽ രാഷ്ട്രീയത്തിലെ മുന്നണി മര്യാദയുടെ മാന്യത ഏറ്റവും അന്തസ്സോടെ ഉയർത്തിപ്പിടിച്ച ചരിത്രം ഞങ്ങൾക്കുണ്ട്, വർത്തമാനം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ ഭാവിയും ആ രൂപത്തിൽ തന്നെയായിരിക്കും. ഇനി സ്മൃതി പറഞ്ഞതുപോലെ ഇതിപ്പോ ഒരു ഡിലേ വന്നിരിക്കുന്നു, നാളെ ആ പ്രഖ്യാപനം വരുന്നു. ആ പ്രഖ്യാപനം വരുന്ന മുറയ്ക്ക് പാണക്കാട് തങ്ങൾ ഞങ്ങളുടെ പ്രതികരണം നാളെ അറിയിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞാൽ സ്മൃതിക്ക് എൻ്റെ ഒരു സാഹചര്യം മനസ്സിലാവും. അതിനപ്പുറത്തേക്ക് കടന്ന് ഒരു വാക്ക് പറയാൻ എനിക്കിപ്പോൾ അനുവാദമില്ല. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കേരളത്തിൽ ലഭിച്ചിട്ടുള്ള ഈ ജനവിധി അതിൻ്റെ ഒരു സ്പിരിറ്റുണ്ട്. പ്രതീക്ഷിച്ചതിനപ്പുറത്ത് ഒരു വിജയം UDF-ന് ഉണ്ടായിരിക്കുന്നു.
ആ വിജയം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഒരു സമ്മാനമായി കൈകളിൽ ഏൽപ്പിച്ചതാണെന്ന ബോധ്യത്തിലേക്ക് ഞങ്ങളും UDF-ലെ എല്ലാ കക്ഷികളും വരേണ്ടതുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ 30 സീറ്റ് പോലും കിട്ടുകയില്ല എന്ന പരിഹാസം ഇപ്പോൾ പ്രേക്ഷകരും പ്രതികരിക്കുന്നുണ്ട് കേട്ടോ. വോട്ട് തിരിച്ചെടുക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് വരെ ചോദിക്കുന്നവരുണ്ട്. അങ്ങേയറ്റം നിരാശയിൽ നിന്നാണ് ഇത്തരം പ്രതികരണങ്ങൾ വരുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ ഘട്ടത്തിൽ ഞാനിപ്പോ ബഹുമാനപ്പെട്ട സുകുമാരൻ നായരുടെ കമന്റിനുള്ള മറുപടി ഞാൻ അല്പം ചരിത്രം ഞാനിപ്പോ അദ്ദേഹത്തെ നേരെ കൗണ്ടർ ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ പറയുന്ന ലീഗിന് അദ്ദേഹത്തിനെതിരെ എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വരേണ്ട ആവശ്യമില്ല. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ എല്ലാ ഘടകകക്ഷികളെന്ന് പറയുന്നു, ലീഗിന്റെ പേരാണ് പ്രത്യേകം. ഞാനിപ്പോ അതുമായി ബന്ധപ്പെട്ടൊരു തർക്കത്തിനില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ സ്മൃതി, ഒരു വൈകാരികമായി ഒരു നിരാശയുടെ പ്രതലം രൂപപ്പെടുന്നുണ്ട്. അത് മുന്നോട്ട് പോകാൻ അനുവദിക്കരുത്. അതിന് ഏറ്റവും അടിയന്തിരമായി ഇടപെട്ട് പരിഹരിക്കേണ്ടുന്ന ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. ഏതായാലും നാളത്തോടെ സുന്ദരമായൊരു പോസിറ്റീവ് വൈബ് കേരള രാഷ്ട്രീയത്തിൽ UDF-ന് സെറ്റ് ചെയ്യാൻ കഴിയും. ഒരു വെൽ ബിഗിനിങ് ഇവിടുത്തെ UDF ഗവൺമെന്റിന് ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ ഈ സമയവും പങ്കുവെക്കുന്നത്. പിന്നെ ഈ ഘടകകക്ഷികളുടെ കാര്യം പറയുമ്പോൾ ഒറ്റ കാര്യം കൂടി, ഇതിപ്പോ ഞാൻ പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചോ ദീപ്തി ഒറ്റൊരു വാചകം കൂടി സ്മൃതി, ദീപ്തി ഇവിടെ പറഞ്ഞത് ശരിയാണ്. വളരെ വിശാലമായ അർത്ഥത്തിൽ സംവാദങ്ങൾ നടത്താൻ ആളുകൾക്ക് അവസരം, ഒരു ഇരുമ്പ് മറയിലൂടെ കൊട്ടിയടിച്ച പാർട്ടിയൊന്നുമല്ല ഒരു കാലത്തും കോൺഗ്രസ്. ഇപ്പൊ രാജസ്ഥാനിൽ പണ്ട് ഇതുപോലൊരു തിളക്കമാർന്ന വിജയം ഉണ്ടായപ്പോൾ ഉണ്ടായിട്ടുള്ള വ്യത്യസ്ത പേരുകളെ ചുറ്റിപ്പറ്റി ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ട്. മധ്യപ്രദേശിൽ ചർച്ചയിട്ടുണ്ട്. രാജസ്ഥാനിൽ കോൺഗ്രസിന് മാനേജ് ചെയ്യാൻ കഴിഞ്ഞു. മധ്യപ്രദേശിൽ ഇത് വളരെ മോശപ്പെട്ട മറ്റൊരു പരിണിതിയിലേക്ക് പോയി. കർണാടകയിൽ ഉണ്ടായിട്ട് ഇവിടെ ഒന്നും ഘടകകക്ഷികൾ ഉണ്ടായിട്ടല്ല. കോൺഗ്രസ് ചരിത്രപരമായി തന്നെ അതിനകത്ത് വ്യത്യസ്ത ധാരകളും വ്യത്യസ്ത നിലപാടുകളും അവർക്കൊക്കെ അഭിപ്രായം പറയാനുള്ള അവകാശം കൊടുക്കുന്ന ഒരു പാർട്ടി എന്ന നിലക്ക് കോൺഗ്രസിൽ ഇത് നാച്ചുറലാണ്. ഈ ഡിലേ മാത്രമാണ് ഞങ്ങളുടെ പ്രശ്നം. അത് ദയവ് ചെയ്ത് ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ചിട്ട് പോയ കാലത്തെ ദൗർഭാഗ്യകരമായ ചർച്ചകൾ തിരിച്ചു കൊണ്ടുവരാൻ ഒരാളും ശ്രമിക്കരുത് എന്ന വിനയപരമായ അഭ്യർത്ഥനയാണ് ഞങ്ങൾ ഒരു നിലക്കും ഇവിടെ ഒരു അവസരം പരിധി എന്തെങ്കിലും തട്ടിയെടുക്കാൻ കാത്തു നിൽക്കുന്നവരായി കേരളത്തിന് മുൻപിൽ ഉണ്ടാകില്ല. ഞങ്ങൾക്ക് അർഹതപ്പെട്ടതല്ലാത്ത ഒരു മുടിനാരിഴ അതിര് കിടന്ന് ചോദിക്കുന്നവരായി ലീഗ് കേരളത്തിന്റെ മുന്നിൽ നിൽക്കില്ല എന്ന അഭിമാനത്തോടെ ഉത്തരവാദിത്വത്തോടെ പറയാൻ ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ അത് എല്ലാവരോടുമാണ്. ശരി, അതൊരു നല്ല മറുപടിയാണ് ശ്രീ ഷിബു മീരാൻ. ഞാൻ ശ്രീ മോഹൻ വർഗീസിലേക്കും ആനന്ദ് കൊച്ചുകൂടിയിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ മോഹൻ വർഗീസ്, ഇത്രയും വൈകി, നാളെയാണ് പ്രഖ്യാപനം. കാര്യങ്ങൾ വൈകിയത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ് അങ്ങയുടെ അനുമാനം. 3 പേരുകളിലേക്ക് വരുന്നു. അതിൽ ഒരു പേര് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത നേതാവിന്റെ പേരാണ്. അത് ദേശീയ നേതാവുമാണ്. താൻ മത്സരത്തിനില്ല എന്നും താൻ മുഖ്യമന്ത്രി പദത്തിലേക്കില്ല എന്നും 10 തവണ പറഞ്ഞ നേതാവാണ്. പക്ഷെ ആ മത്സരം കടുത്തതായിരുന്നു എന്നല്ലേ ഈ വൈകൽ സൂചിപ്പിക്കുന്നത്? സ്മൃതി, വൈകൽ എന്ന് പറയുന്നത് തീർച്ചയായും അനാരോഗ്യപരമായ ഒരു കാര്യം തന്നെയാണ്. അത് ഏതാണ്ട് എല്ലാ ഘടകകക്ഷികളും അതേക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. നോക്കൂ, നാളെ 11 മണിക്ക് പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ഏതായിരിക്കും, ആരുടെ പേരായിരിക്കും എന്നത് നിലവിൽ അറിയാവുന്നത് ശ്രീ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെക്കും അല്ലെങ്കിൽ വളരെ അടക്കത്തെ സർക്കിൾസിൽ മാത്രമാണ്. സ്ഥാനാർത്ഥികൾക്ക് പോലും അല്ലെങ്കിൽ ഈ സ്ഥാനാകാംക്ഷികൾക്ക് പോലും ആ പേരെ കുറിച്ച് തങ്ങളുടെ പേരാണോ എന്നതിനെ കുറിച്ച് കൃത്യമായ അറിവ് ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. ഇത്രയും വൈകിയ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ലീവിംഗ് നോ സ്റ്റോൺ അൺടേൺഡ് എന്നൊക്കെ പറയാം. ജനാധിപത്യത്തിന്റെ ആഘോഷം എന്ന് വേണമെങ്കിൽ കോൺഗ്രസുകാർ പറഞ്ഞേക്കാം. എല്ലാ ആളുകളെയും കൺസൾട്ട് ചെയ്യാവുന്ന എല്ലാവരെയും, ഉന്നത നേതാക്കളെ, സാമാജികരെ, MP-മാരെ എന്ന് വേണ്ട സകല ആളുകളെയും, ഘടകകക്ഷി നേതാക്കളെ ഉൾപ്പെടെ കൺസൾട്ട് ചെയ്തതിനു ശേഷം എത്തിച്ചേരുന്ന ഒരു തീരുമാനം, അതിന്റെ പേര് കൺസെൻസസ് എന്നാണ്. എങ്കിൽ ഓക്കെയാണ്. പക്ഷെ കൺസെൻസസ് അല്ല. ഒരുപക്ഷെ നിയമസഭാ സാമാജികരെ ഉൾപ്പെടെ 63 നിയമസഭാ സാമാജികരെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ ഒരുപക്ഷെ പ്രഖ്യാപനം നടത്താനായിരിക്കാം. അല്ലെങ്കിൽ ദീപാദാസ് മുൻഷി ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറത്തിറങ്ങി അവരുടെ സാന്നിധ്യത്തിലുള്ള പ്രഖ്യാപനമായിരിക്കാം ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ക്ലാരിറ്റി വന്ന ഈ വളരെ അടുത്ത സമയത്ത് തന്നെയാണ്, ഏതാനും 10 മിനിറ്റിനുള്ളിലാണ് ഈ ക്ലാരിറ്റി വന്നത്. നാളെ 11 മണിക്ക് പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഒരു പ്രകടനമോ അല്ലെങ്കിൽ വലിയ അമിതമായ ആഹ്ലാദ പ്രകടനമോ വിമർശനങ്ങളോ അല്ലെങ്കിൽ ശക്തി പ്രകടനങ്ങളോ ഉണ്ടാകാത്ത രീതിയിൽ ശാന്തമായി കാര്യങ്ങൾ പര്യവസാനിക്കണം എന്ന ഒരു ചിന്ത ഹൈക്കമാൻഡ് ഉള്ളതുപോലെ തോന്നുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഉന്നത നേതാക്കളെ, മുൻ KPCC പ്രസിഡന്റുമാരെ, അതുപോലെ തന്നെ സംഘടനാ ചുമതലയുള്ള ആളുകളെ, ഈ സംഘടനയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരെ എല്ലാം വിളിച്ച് ഒരുപക്ഷെ സംസാരിച്ചിരിക്കുന്നത് നിങ്ങൾ ആരുടെ പേരാണ് സൂചിപ്പിക്കുന്നത് എന്നല്ല, മറിച്ച് ഒരു സമ്മർദ്ദമുണ്ടായാൽ, ഒരു കോൺഫ്ലിക്ട് സിറ്റുവേഷൻ ഉണ്ടായാൽ എങ്ങനെ കൈകാര്യം ചെയ്യാനാവും
എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി, വരുന്ന പ്രക്ഷോഭങ്ങൾ, വരുന്ന സാധ്യതകൾ, ഇതെങ്ങനെ നേരിടാൻ കഴിയും എന്നായിരിക്കണം യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിൽ ഉണ്ടായത്. കാരണം അതിന് മുൻപുള്ള റൗണ്ടുകളിലെല്ലാം തന്നെ പേരുകളെ കുറിച്ചൊരു ധാരണയായി. ഒരുപക്ഷെ കൃത്യമായ ധാരണ ഇപ്പോഴാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഒരു 3/4 മണിക്കൂറോളം സംസാരിച്ച് 5:30 മണി 6 മണി സമയത്ത് സംസാരിച്ച് എത്തിച്ചേർന്ന തീരുമാനം ഒരുപക്ഷെ ജയറാം രമേശ് എന്ന ഈ മാധ്യമകാര്യ ചുമതലയുള്ള കോൺഗ്രസ് നേതാവിന് ഒരുപക്ഷെ അറിയാമായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ആ പ്രഖ്യാപനം ഉണ്ടായില്ല. അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് അടുത്ത ദിവസമായിരിക്കും പ്രഖ്യാപനം എന്ന് തന്നെയാണ്. അത് ഡൽഹിയിൽ വെച്ചാവുമോ തിരുവനന്തപുരത്ത് വെച്ചാവുമോ എന്ന് കൺഫ്യൂഷൻ ഉണ്ട്. തിരുവനന്തപുരത്ത് വെച്ചാകും, കേരളത്തിൽ വെച്ച് തന്നെയാവും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് നീണ്ടു എന്ന് ചോദിച്ചാൽ അത് ഒരുപാട് വിമർശനങ്ങളായി. ഇപ്പോൾ ജി സുകുമാരൻ നായരുടെ പ്രസ്താവനയെക്കുറിച്ച് കൂടി ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. NSSന്റെ ജനറൽ സെക്രട്ടറിയും SNDPയുടെ ജനറൽ സെക്രട്ടറിയും ഈ വൈകിയ വേളയിൽ ഉൾപ്പെടെ അഭിപ്രായ പ്രകടനങ്ങൾ വരികയും ഘടകകക്ഷികളെ പ്രത്യേകിച്ച് ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം ലീഗിനെ ആയിരിക്കാം, ഘടകകക്ഷികളെ ഉൾപ്പെടെ ഇതിലേക്ക് വലിച്ചഴിക്കുമ്പോൾ അവരുടെ സമ്മർദ്ദമാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം വൈകാൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സമുദായ നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല. അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നതിനോടൊപ്പം തങ്ങൾക്ക് അഭിപ്രായം പറയാതിരിക്കാനുള്ള മാന്യത കാട്ടാമായിരുന്നു എന്ന് ചിന്തിക്കുന്നു. കാരണം ഇതൊരു ആരോഗ്യപരമായ കാര്യമല്ലേ. ലെറ്റ് കോൺഗ്രസ് പാർട്ടി ഡിസൈഡ്. അതിനുശേഷം തീരുമാനത്തെ ഒരുപക്ഷെ വിമർശിക്കുകയോ അതേക്കുറിച്ച് അഭിപ്രായം പറയുകയോ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഒരു സാമുദായിക സംഘർഷം ഉൾപ്പെടെ വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയുക എല്ലാവരുടെയും ഭാഗത്ത് ഘടകകക്ഷികൾക്ക് അവകാശമില്ല. സാമുദായിക സംഘടനയ്ക്ക് നല്ല അവകാശമാണല്ലോ അല്ലേ? ഈ താക്കോൽ സ്ഥാനത്തിന് വേണ്ടി ഈ സമ്മർദ്ദം ചെലുത്തിയിരുന്ന നേതാവ് തന്നെയാണല്ലോ ഇപ്പോൾ ഈ ലീഗിനെതിരെ പറഞ്ഞു വന്നിരിക്കുന്നത്. ആ പ്രതികരണം ഇപ്പോൾ നടത്തുന്നത് കോൺഗ്രസ് തീരുമാനമെടുക്കാൻ വൈകുമ്പോഴേക്കും പെട്ടെന്ന് വാർത്താ സമ്മേളനം വിളിക്കുന്നത്. അതിനു മുമ്പ് എന്താണ് പറഞ്ഞത്? ഈ സർക്കാരുമായി ബന്ധപ്പെട്ട്, അതായത് നേരത്തെയുള്ള 10 വർഷം ഭരിച്ച സർക്കാരുമായിട്ട് ഒരു പരാതിയുമില്ല എന്ന് പറഞ്ഞ ശേഷം ഇപ്പോൾ എന്ത് അവകാശവാദവും എന്ത് വിമർശനവുമായിട്ടാണ് ആ നേതാവ് വരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം പക്ഷേ കോൺഗ്രസിൽ നിന്ന് എത്രത്തോളം ശക്തമായി വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല. ദീപ്തിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ആനന്ദ് കൊച്ചുകുടിയിലേക്ക് പോയേയില്ല, കയ്യുയർത്തിയതുമായി തോന്നി. സമയം കഴിഞ്ഞു പോയതുകൊണ്ട് ഞാൻ കയ്യുയർത്തിയതാണ്. ഒന്ന് വേഗം പറഞ്ഞോളൂ. ഞാൻ കഴിഞ്ഞുകൊണ്ടാണ് കയ്യുയർത്തിയത്. ഓക്കെ ഞാൻ ആനന്ദ് കൊച്ചുകുടിയിലേക്ക് പോകുന്നു. എന്തുകൊണ്ട് വൈകി? പറഞ്ഞോളൂ പറഞ്ഞോളൂ ദീപ്തി പറഞ്ഞോളൂ. അല്ല, എന്തുകൊണ്ട് വൈകി എന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം പറയാനായിരുന്നു. ആനന്ദ് പറഞ്ഞതിന് ശേഷം സമയം തന്നാലും മതി. ശരി, ആനന്ദ് കൊച്ചുകുടി, ഇപ്പോൾ 3 പേരുകൾ, ആ 3 പേരുകൾ ആര് എന്ന് നമുക്കിപ്പോഴും വ്യക്തതയില്ല. പല കേന്ദ്രങ്ങളിൽ നിന്നായി ഈ കോൺഗ്രസ് നേതാക്കൾ തന്നെ നൽകുന്ന സൂചനയ്ക്കനുസരിച്ച് മാധ്യമങ്ങൾ പല രൂപത്തിൽ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തത എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡിൽ നിന്ന് നേരിട്ട് വിവരം കിട്ടുന്ന ഒരു സാഹചര്യമില്ലല്ലോ. അപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അത് മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അതിന്മേൽ ഒരു വ്യക്തതയുമില്ല. പലപ്പോഴും പരസ്പരം എന്താ പറയുക, വിരുദ്ധമായ കാര്യങ്ങൾ കൂടി ആയിരിക്കാം ആ വിവരങ്ങൾ. ഇപ്പോൾ നാളെ ആ പ്രഖ്യാപനം വരുമ്പോൾ അത് അവസാനിക്കും. ഏതു പേരിലേക്ക് എത്താനാണ് സാധ്യത എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? എന്താണ് എന്ന ഒരു സൂചന പോലും ദേശീയ തലത്തിൽ ഈ ഹൈക്കമാൻഡിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. സ്മൃതി, എനിക്ക് എന്തായാലും ഒരു ഇത്തരത്തിലൊരു ഊഹാപോഹം നടത്താൻ ഞാൻ തയ്യാറല്ല. ഹൈക്കമാൻഡിന്റെ മുന്നിൽ 3 പേരുകളുണ്ട്. അത് ആദ്യത്തെ പേര് KC വേണുഗോപാലിന്റെ തന്നെയായിരുന്നു. ഈ 102 സീറ്റ് കിട്ടിയത് കൊണ്ട് KC വേണുഗോപാലിന് ഇവിടെ പറന്നിറങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് ഹൈക്കമാൻഡ് തെറ്റിദ്ധരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും ദിവസം ഈ 9 ഇനി 10ാം ദിവസത്തിലേക്ക് കടക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ 102 സീറ്റിന് പകരം ഒരു 72 സീറ്റോ, ഇപ്പോ എനിക്ക് തോന്നുന്നത് സുകുമാരൻ നായർ പറഞ്ഞത് 30 സീറ്റ് കുറഞ്ഞേനെ എന്നാണ്. അപ്പോൾ 72 സീറ്റിലേക്കൊക്കെ, അല്ലെങ്കിൽ ഒരു അങ്ങനെയാണല്ലോ 2011 കിട്ടിയത്, അല്ലെങ്കിൽ ഒരു 80 സീറ്റിലേക്കൊക്കെ കോൺഗ്രസ് ചുരുങ്ങിയിരുന്നെങ്കിൽ ഈ KC വേണുഗോപാൽ ഇതുപോലെയുള്ള ഒരു മിസ് അഡ്വഞ്ചർ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമായിരുന്നോ എന്ന് സംശയമാണ്. പിന്നെ ഷിബു മീരാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. കർണാടകയിലെ ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നത് ഒട്ടും അനുയോജ്യമല്ല. ഇത് അങ്ങനെ ഒരു സാഹചര്യമല്ലല്ലോ. 2011 അങ്ങനെ ഒരു സാഹചര്യമല്ല. കോൺഗ്രസും ലീഗും എല്ലാ പാർട്ടികൾക്കും, കേരള കോൺഗ്രസും RSP ഒക്കെ കൂടുന്ന ഒരു മുന്നണിയാണ് UDF. കർണാടകത്തിൽ 224 സീറ്റിൽ ജനതാദൾ സെക്യുലറും കോൺഗ്രസും എല്ലാം നേരെ വിപരീതമായിട്ട് മത്സരിച്ച്, അവർ എതിർത്ത് മത്സരിച്ചതിന് ശേഷം അവർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വിലപേശുന്നതിനൊരു അർത്ഥമുണ്ട്. അതുപോലെയുള്ള ഉദാഹരണങ്ങളും 2011 ഉദാഹരണങ്ങൾക്കൊന്നും ഷിബു മീരാനെ പോലെയുള്ള ഒരു യുവ നേതാവ് വീണ്ടും അത് ഓർമ്മപ്പെടുത്തുന്നത് അത്ര നന്നായിരിക്കില്ല. ഇവിടെ സുകുമാരൻ നായർ വീണ്ടും ആ കാര്യങ്ങളൊക്കെ അദ്ദേഹവും ഇവിടെ വലിച്ച് ഷിബു മീരാൻ അവസാനം പറഞ്ഞതും പ്രധാനമാണല്ലോ. അവസാനം പറഞ്ഞതും എനിക്കറിയാം.
ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ നമ്പറുകൾ വെച്ച് പ്രഷർ ചെലുത്താറില്ല എന്നേ പറഞ്ഞുള്ളൂ. താങ്കൾ വെറുതെ എന്റെ വെക്കിട്ട് കയറണ്ട. അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യാറില്ല. താങ്കളുടെ വെക്കിട്ട് കയറേണ്ട ആവശ്യം എനിക്കൊന്നുമില്ല. എനിക്ക് എന്റെ അഭിപ്രായം പറയാം. താങ്കൾ എന്തിനാണ് എനിക്ക് വെക്കിട്ട് കയറുന്നത്? ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി അതിന്റെ അവസാനം പറഞ്ഞല്ലോ, അങ്ങനെ ഒരു അവകാശവാദത്തിനും വരാൻ പോകുന്നില്ല എന്ന കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നമുക്കിപ്പോൾ തർക്കത്തിന്റെ ഒരു ആവശ്യമില്ല. അങ്ങ് തെറ്റിദ്ധരിച്ചാണെങ്കിൽ അങ്ങ് ബാക്കി പറഞ്ഞോളൂ, സമയം പോവുകയാണല്ലോ, പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയുന്നത് എന്തായാലും ഇവിടെ കെ.സി. വേണുഗോപാൽ ഇങ്ങനെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു 102 സീറ്റ് കിട്ടിയതുകൊണ്ട് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് പ്രഷർ ചെലുത്തി ഇവിടെ മുഖ്യമന്ത്രിയാകാമെന്ന അദ്ദേഹത്തിന്റെ ഒരു ധാരണയിൽ നിന്നാണ് ഈ ഇത്രയും സമയം പോയത്. ഇവിടെ വി ഡി സതീശിന് വേണ്ടി മുസ്ലിം ലീഗ് ഒരു പരിധിയിൽ കൂടുതൽ ഇടപെടുന്നതും ഒരു നല്ല പ്രവണതയല്ല. കാരണം അവർക്ക് പറയാവുന്നത് രമേശ് ചെന്നിത്തലയോ വി ഡി സതീശിനെയോ അങ്ങനെ ഏതെങ്കിലും ഒരു MLA സെലക്ട് ചെയ്യണമെന്ന് പറയുന്നതിനപ്പുറം, ഇവിടെ ജനവികാരം വി ഡി സതീശനാണെന്ന് പറയുന്നതിനപ്പുറം വി ഡി സതീശിന് വേണ്ടി ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ചില മാധ്യമപ്രവർത്തകർ വഴി പുറത്തുവിടുക, ഞങ്ങൾ മന്ത്രിസഭയിൽ നിന്ന് തരത്തിലുള്ള ചാനലുകളും ബ്രേക്കിംഗ് ന്യൂസ് പറയാത്ത കാര്യം നേതാക്കൾ വ്യക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. അവർ ഒളിച്ചോടിയിട്ടില്ല, അവരിടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്, പറയാനുള്ള കാര്യം പറയുന്നുണ്ട്. അതിനപ്പുറമുള്ള വ്യാഖ്യാനങ്ങൾക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. സതീശന്റെ പേര് പറയാതെ വി ഡി സതീശൻ എന്ന പേര് അവർ അല്ല, വി ഡി സതീശനാണ് നയിച്ചിരുന്നത്. വി ഡി സതീശനെ ഹൈക്കമാൻഡ് തീരുമാനിച്ച് പ്രതിപക്ഷ നേതാവ് എത്തിച്ചതാണ്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഇവിടെ നന്നായി തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്, ഇവിടെ നന്നായി ഭരണം പിടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിലെന്തെങ്കിലും പിഴവുള്ളതായി അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് സതീശൻ തന്നെയാണ് നയിച്ചത്. പക്ഷേ ഇവിടെ മുസ്ലിം ലീഗ് അവർ ഇതിന്റെ അകത്ത് ഒരു പരിധിയിൽ കൂടുതൽ ഇടപെടുന്നത് വഴി സതീശനെ തന്നെ തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലാണ്. ഒരാളുടെ പക്ഷം പിടിക്കേണ്ട കാര്യമല്ല. ശിവു മീരാൻ കടന്ന് ഇങ്ങനെ കലി തുള്ളേണ്ട കാര്യവുമില്ല. സത്യം ഇത്തിരി താങ്കൾ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ്. സ്മൃതി, ഒറ്റ മിനിറ്റ്. ഇവിടെ എന്താണ് വൈകിയത് എന്നുള്ള കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും അധികം സൈബർ ലിഞ്ചിങ് നേരിട്ടിട്ടുള്ള ഒരാളാണല്ലോ സ്മൃതി. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്മൃതിക്ക് പിന്തുണ നൽകിയിട്ടുള്ളതുമാണ്. ഇവിടെ ഒരു നേതാവിനെ അല്ലെങ്കിൽ 2 നേതാവിനെ സൈബർ ലിഞ്ചിങ് നടത്തുകയാണ്, അല്ലെങ്കിൽ തെരുവിലിറങ്ങിക്കൊണ്ട് കോൺഗ്രസ്സുകാരെ മുഴുവൻ മോശമാക്കിക്കൊണ്ട് പ്രകടനങ്ങൾ നടത്തുന്നു, ഉമ്മൻചാണ്ടിയുടെ ഉൾപ്പെടെയുള്ള ഫ്ലെക്സുകൾ കീറുന്നു. അത്തരത്തിലുള്ള ഏറ്റവും അരോചകമായ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നതുകൊണ്ട് ആണ് നേതാക്കന്മാരെ വീണ്ടും വിളിക്കേണ്ടി വന്നതും വീണ്ടും ചർച്ച ചെയ്യേണ്ടി വന്നതും. അപ്പോൾ അത്തരത്തിലുള്ള പ്രോസസ്സ് ACCക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. അതിനാര് വഴിവെച്ചാലും ഞാനൊരു കാര്യം പറയാം, ഇപ്പോൾ ഇവിടെ മിണ്ടാതിരിക്കുന്ന ആയിരക്കണക്കിന് കോൺഗ്രസ്സുകാരുണ്ട്. അവർ സംയമനം പാലിക്കുക. അവരെന്തുകൊണ്ടാണ് ഈ പാർട്ടിക്ക് ഒരു പ്രയാസം ഉണ്ടാകരുത്, ഇത്രയും വലിയ വിജയത്തിന് പ്രശ്നം ഉണ്ടാകരുതെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ രമേശ് ചെന്നിത്തല വിചാരിച്ചാൽ കുറെ ആളുകളെ തെരുവിലേക്ക് ഇറക്കി വിട്ടുകൂടെ? കെ സുധാകരൻ വിചാരിച്ചാൽ കുറെ ആളുകളെ തെരുവിലേക്ക് വിട്ടുകൂടെ? അവരെല്ലാം മിണ്ടാതിരിക്കുന്നത് അവരുടെ ഒന്നും ഒരു വീഴ്ചയാണ് അല്ലെങ്കിൽ അവരുടെ പരിമിതിയാണ് എന്ന് കാണരുത്. ഇനി വേറൊരു കാര്യമാണോ? അല്ല നേതാക്കളുടെ ആഹ്വാനത്തിൽ ആണോ എന്നുള്ളത് അന്വേഷിക്കണമല്ലോ. അത് ACCക്ക് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ കേരളം മുഴുവൻ 28 പേരെ 50 പേരെ 100 പേരെയും വെച്ച് പല ഭാഗങ്ങളായിട്ട് ഇത്തരത്തിലുള്ള പ്രകടനം നടത്തുമ്പോൾ അത് രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ACCക്ക് അന്വേഷിക്കേണ്ട ചുമതലയുണ്ട്. സൈബർ ഇടങ്ങളിൽ അനാവശ്യമായി നേതാക്കന്മാരെ കുറിച്ച് ഞാൻ പറയുന്നത് ഒരാൾ മാത്രം വിചാരിച്ചാലൊന്നും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കില്ല. ഇതൊരു കൂട്ടായ പരിശ്രമമാണ്. ലീഗിന്റെ ശ്രമമുണ്ട്, ഘടകകക്ഷികളുടെ ശ്രമമുണ്ട്, വി ഡി സതീശന്റെയും KC വേണുഗോപാലിന്റെയും രമേശ് ചെന്നിത്തലയുടെയും ശ്രമമുണ്ട്. അല്ലാതെ ഇത് ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതാ. ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ ഒരാളുടെ മാത്രം ഗുണം കൊണ്ട് അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റില്ല. മറ്റൊന്ന്, ദീപ്തിക്കും എനിക്കും സൈബർ ലിഞ്ചിങ് നടന്നത് ഏതെങ്കിലും നേതാക്കൾ ആഹ്വാനം ചെയ്തിട്ടാണ് ഞാൻ കരുതുന്നില്ല. ദീപ്തി, അതെ, സ്മൃതിക്കെതിരെ
അതുകൊണ്ടാണ് നേതാക്കളാഹ്വാനം ചെയ്തിട്ടാണ് ഞാൻ കരുതുന്നില്ല. ഞാൻ പറഞ്ഞത് സ്മൃതിയെ പറ്റി അനാവശ്യങ്ങൾ പറയുമ്പോൾ പല ജനങ്ങളും സാധാരണ ജനങ്ങൾ അതിനെ അനുകൂലിച്ചു പറഞ്ഞു. അതിന്റെ അർത്ഥം ആ പറഞ്ഞതൊക്കെ ശരിയാണെന്നാണോ? അപ്പോ സൈബർ ഇടങ്ങളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ആൾക്കൂട്ടം പറയുന്ന കാര്യങ്ങൾ മാത്രം ആൾക്കൂട്ടത്തെ കൺസിഡർ ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ജനങ്ങളുടെ അഭിപ്രായം എടുക്കണം. പക്ഷെ ആൾക്കൂട്ടം വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തീരുമാനത്തിലേക്ക് പോകാൻ ആൾക്കൂട്ടം വന്നു എന്നതാണ് അതിന്റെ അടിസ്ഥാനം എന്നാണ് ദീപ്തി കരുതുന്നത്. പക്ഷേ നോക്കൂ, ദീപാദാസ് മുൻഷി വരുന്നുണ്ട് കേട്ടോ. ശരി, നമ്മുടെ സമയം കഴിയുകയാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഡോക്ടർ മോഹൻ വർഗീസ്, ആനന്ദ് കൊച്ചുകൂടി ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം മീറ്റ് ദി എഡിറ്റേഴ്സ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.